മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടുമവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവനെൻ്റെ അരികിലുണ്ടേ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവനെൻ്റെ അരികിലുണ്ടേ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല അവനെന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവനെൻ്റെ അരികിലുണ്ടേ. ഞങ്ങളെ ഇളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലൊന്നിരിപ്പാൻ, സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹമൊക്കെ എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. അടിയങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്നാകിയാൽ, വീണ്ടും നടത്തുവാൻ സർവ്വസമ്പന്നനും ശക്തനുമാകിയാൽ അപ്പൻ്റെ ബലമുള്ള കരത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. സ്വർഗം ഇന്ന് പകൽക്കാലം ഞങ്ങളെ ആ വഴികളിൽ നടത്തണമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്താട്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ കർത്താവ് വിദേശ രാജ്യത്ത് കടന്നുപോകാൻ പ്രയത്നിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ധാരാളമായി ഓരോ മക്കളുടെ മേലും പകരണമേ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കുമാറാകണം. ശത്രു ആരെയും കാണരുത്, ദുഷ്ടപിശാചാരെയും തുടരുത്, യഥാർത്ഥത്തിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമായ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണം. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഉപജീവനം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ദിവസങ്ങളിൽ വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളാണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ലഭിക്കണം, അവരുടെ വിവാഹം നടക്കണം. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടത്താൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ച് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എല്ലാറ്റിനും നന്ദി പറയുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പാ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണേ അപ്പാ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. മറ്റ് വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകി അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ.
കർത്താവെ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചാട്ട് സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കിക്കാട്ട് കർത്താവെ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് സമാധാനത്തിൽ ജോലി ചെയ്യാൻ ഇടയാക്കണം. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. മേലധികാരികളുടെ പീഡന നിമിത്തം കഷ്ടമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താമസ സൗകര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഭക്ഷണമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, യാത്രാ സൗകര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. പല വിധത്തിൽ നേറിപ്പോകുന്ന വേദനകളുടെ നടുവിൽ കൂടി വിദേശ രാജ്യത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. കുഞ്ഞുങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന് അവരോട് മനസ്സലിവ് കാണിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവ് യാത്ര പോകുന്നവരെ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും യാത്രയിലേക്ക് കൂടെ ഇരുന്നോണേ. അലയുവാൻ വലയുവാൻ സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നുണ്ട് കർത്താവെ. മാനസാന്തരം നൽകണം. ആരും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കരുതേ അപ്പാ. എൻ്റെ ദൈവം രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെ മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുക. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ശരീരമാസകല നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവേ, അലർജിയുടെ അസുഖമുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തുമ്മലിൻ്റെ ഭാരം അനുഭവിക്കുന്ന ജീവിതങ്ങൾ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ ഒക്കെ ഉണ്ട് കർത്താവെ. അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ദൈവമായ കർത്താവെ അപ്പൻ്റെ പോലുമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം മനസ്സലിവ് കാണിക്കണം. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, സൗഖ്യദായകനാ, സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കളും എൻ്റെ അപ്പൻ്റെ സൗഖ്യം നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രപ്പാ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നപ്പാ, നീ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പൻ്റെ ആശ്വാസത്തിൻ്റെ കാര്യം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിൻ്റെ മേലും പൊന്നപ്പച്ചൻ്റെ കാര്യം വയ്ക്കണം. ആരും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കാതെ വേണ്ടുന്നത് കൊടുത്ത് പോറ്റി പുലർത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഒരു കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കളെയും കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം 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 കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് വിസ ലഭിക്കേണ്ട പൈതങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, PR ലഭിക്കേണ്ട ജീവിതമുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കേണ്ട ജീവിതമുണ്ട്. എൻ്റെ ദൈവമേ, ഉപജീവനമാർഗ്ഗം ലഭിക്കേണ്ട ജീവിതങ്ങളുണ്ട്. പിന്നെയും പിന്നെയും ഏൽപ്പിച്ചു തരിക കർത്താവെ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. അത് നിശ്ചയമാ എൻ്റെ സ്വർഗം കരുതും, നിശ്ചയമായും മാനിക്കും, അത്ഭുതങ്ങളെ ചെയ്യും. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. അനാഥരെയും വിധവകളെയും കാത്തോണേ. ഞങ്ങളുടെ യുവതി വാക്കന്മാരെ സംരക്ഷിക്കണമേ. അരുതാത്തിലകപ്പെട്ട അന്വയ്ക്കത്തിൽ അനുവദിച്ചു പോകല്ലേ കർത്താവെ. പൈതങ്ങളെ വളർത്തി തരണമേ കർത്താവെ. ബാലപിടിയിൽ നിന്നൊക്കെ വിടുവിച്ചോളണേ കർത്താവെ. എല്ലാ നന്മയും അനുഗ്രഹവും സമാധാനവും ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.